ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മലബാർ സ്വീറ്റ് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് നെയ്ച്ചോറിൻ്റെ ഒക്കെ അരി, അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്ത അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും ചോറും ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല കട്ടിക്ക് തേങ്ങാപ്പാലാണ്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഒരു 1/2 കപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലിന് പകരം 1 കപ്പ് പാല് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചെറുപയർ പരിപ്പ് ഇനി നമുക്ക് 1 കപ്പ് എടുക്കാം കേട്ടോ. 1 കപ്പ് എടുക്കുമ്പോൾ അതിന് പകുതി നെയ്ച്ചോറിൻ്റെ അരി എന്ന രീതിയിൽ എടുക്കുക. അതിന് ഇരട്ടി വെള്ളം എടുക്കുക. അപ്പോൾ 1/2 കപ്പാണെങ്കിൽ 3 കപ്പ് വെള്ളം എടുക്കുക. ഇനി നെയ്യിലൊന്ന് ചെറിയുള്ളി തൂമിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടീസ്പൂണോളം പശുനെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കുക. ഇനി ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ നമ്മൾ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും റൈസും ഒക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കിച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അതുപോലെ വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ ഒത്തിരി നല്ലതാണിത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിന് മീതിയായിട്ട് മധുരം എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പരത്തിയിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി ഉണ്ടല്ലോ, അത് മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.